500 ഉള്ളവർക്ക് വരെ ഇത്തവണ MBBS വേണമെങ്കിൽ കിട്ടാം, അതിനകത്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം അതിനകത്ത് പറയും. ഹലോ ഡിയേഴ്സ്, നീറ്റ് 2025 കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണ്. സോ അതിലോട്ട് പോകുമ്പം ഞാൻ അതിനകത്ത് നീറ്റ് 25 ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നുപോയ സമയത്ത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ക്വസ്റ്റ്യനുകളിലൊക്കെ പോയ സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരുപാട് പ്രഡിക്ഷൻ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രഡിക്ഷൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഇത്തവണ വളരെ ഡിഫറൻ്റ് ആണ് കാര്യങ്ങൾ. ഫിസിക്സ് ഒക്കെ JEE അഡ്വാൻസ് ലെവലിലോട്ട് വരെ പോയ ക്വസ്റ്റ്യനുകൾ അതിനകത്ത് കാണാൻ സാധിക്കും, ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഒരു JEE ലെവലിലോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല ഫിസിക്സിലെ ഒരുപാട് ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ തന്നെ മിനിറ്റുകൾ എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് പല ക്വസ്റ്റ്യനുകളും ഒരുപാട് ടൈം എടുത്തിട്ട് സോൾവ് ചെയ്യേണ്ട, അതിനകത്ത് ന്യൂമറിക്കൽസ് ടൈം എടുത്ത് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് ആണ് ഇത്തവണ വലിയൊരു ഇഷ്യൂ ആയി മാറിയിരിക്കുന്നത്. സോ അതുകൊണ്ട് കട്ട് ഓഫ് എന്തായാലും മുകളിലോട്ട് പോലെ താഴോട്ടേക്ക് എത്ര വേണമെങ്കിലും കട്ട് ഓഫ് എന്ത് ചെയ്യാം, പോകാം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ കാണുന്ന പ്രഡിക്ഷൻ വീഡിയോസിനൊക്കെ നിങ്ങൾ അതുപോലെ സംഭവിക്കുമെന്ന് വിചാരിക്കരുത്. പ്രഡിക്ഷൻ വീഡിയോസിനെ ഒരു പ്രഡിക്ഷൻ ആയിട്ട് മാത്രം എടുക്കുക. കാരണം ഇത്തവണ കാര്യങ്ങൾ ഡിഫിക്കൽട്ടാണ്. ടൈം മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഈ JEE ലെവലിലോട്ട് പോയ ഡിഫിക്കൽട്ടി ലെവലൊക്കെ നോക്കുമ്പോൾ എത്ര വേണമെങ്കിലും കട്ട് ഓഫ് താഴെ പോകാം. അപ്പം അത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാക്ട്ലി അതിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രഡിക്ഷൻ വീഡിയോസിനെ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. കാരണം റിസൾട്ട് വരുമ്പോഴേ അത് ഇത്തവണ അങ്ങനെയാണ്. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പം എല്ലാവരും ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നവരാണ്. എക്സാം കഴിഞ്ഞാൽ ഒരു 1-2 ദിവസമൊക്കെ അതിൻ്റെ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ തെറ്റി അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അതൊക്കെ സമയം മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ മാറി നിങ്ങളുടെ മുന്നിൽ പുതിയ പുതിയ ഓപ്ഷനുകൾ തെളിഞ്ഞു വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ആലോചിച്ച്, നീറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ലൈഫ്, ലൈഫ് ഈസ് മോർ കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പം ലൈഫിനെ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിരിക്കേണ്ട എന്നുള്ളതാണ്. പിന്നീട് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ്. അപ്പം മറ്റ് കാറ്റഗറിക്കൊക്കെ അതിനേക്കാളും വീണ്ടും എന്ത് ചെയ്യും, താഴേക്ക് പോകുമെന്നുള്ളതാണ്. സോ നമുക്ക് ബയോളജിയുടെ പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ട് അതിലോട്ട് പോകുമ്പം ഇതിനകത്ത് 85 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അതിനകത്ത് പറയുന്നത്. സോ ഒരു അത്യാവശ്യം പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് അതിനകത്ത് ഔട്ട് ഓഫ് NCERT വന്നിട്ടുണ്ട്, അതുപോലെ ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് ഒരു 80-85 ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ലോവർ റേഞ്ച് ഒരു 80യും ഒരു അപ്പർ റേഞ്ച് ഒരു 85ലോട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. 85+ പോകാം. ഓക്കെ, എനിവേ ഒരു അത്യാവശ്യം പഠിച്ച ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത്. ദെൻ കെമിസ്ട്രി അതിനകത്ത് എനിക്ക് തോന്നിയത്, അതിനകത്ത് സൈക്ലിക് കോമ്പൗണ്ട്സ് അതുമായി ബന്ധപ്പെട്ട് ഓർഗാനിക് എന്നൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും എനിവേ അതിനകത്തൊരു അത്യാവശ്യം പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് 35-40 റേഞ്ചിലോട്ടാണ് ഞാൻ അതിനകത്ത് എനിക്ക് തോന്നിയത്. സോ 35-40 ആണ് കെമിസ്ട്രിയിൽ എടുത്ത റേഞ്ച്. ഫിസിക്സിലോട്ട് വരുമ്പം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത് എങ്ങനെയും അതിനകത്ത് മാറി വരാം. കാരണം ടൈം മാനേജ്മെന്റ് ആയിരുന്നു വലിയൊരു ഇഷ്യൂ വന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് 25-30 റേഞ്ചിലോട്ടൊക്കെയാണ് എനിക്കതിനകത്ത് ഒരു അത്യാവശ്യം ഡീപ്പർ ലെവൽ കൺസെപ്റ്റ് ഒരു അറിയുന്ന ആൾക്ക് തന്നെ ഒരു 25-30 റേഞ്ചിലോട്ടൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നാണ് എനിക്കതിനകത്ത് തോന്നിയത്. സോ അതുകൊണ്ട് മറ്റൊരു കാര്യം, നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മൾക്ക് നീറ്റ് ട്രിക്സ്, സ്ട്രാറ്റജീസ്, ടിപ്സുമായൊക്കെ ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണതെല്ലാം. പിന്നെ നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊന്നും മറ്റു മെമ്പേഴ്സിന് വിസിബിൾ ആവാത്ത രീതിയിലാണ് കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ്. അപ്പോൾ ഒന്നും പേടിക്കേണ്ടെന്നേ, നമ്മളാണ് അതിനകത്തുള്ളത്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന ലോവർ റേഞ്ച് 25-30 ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഓവറിലോട്ട് പോകുമ്പം അതിനകത്ത് ബയോളജിയിൽ ഞാനിപ്പോൾ 85 തന്നെയാണ് എടുത്തിരിക്കുന്നത്. ദെൻ കെമിസ്ട്രിയിൽ ഒരു 35, ദെൻ ഫിസിക്സിൽ ഒരു 25 ഒക്കെ എടുത്തപ്പം റേഞ്ച് വന്നിരിക്കുന്നത് അറൗണ്ട് 580 ആണ്. അപ്പോൾ ബയോളജിയിൽ ഞാൻ 85 ആണ്. ആ കേസിൽ ബയോളജി 85 എടുത്താൽ നിങ്ങൾ നോക്കണം. അപ്പം ഞാൻ ബയോളജി ഒരു 80ലോട്ട് മാറ്റുകയാണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ വീണ്ടും കുറഞ്ഞിട്ട് 580 എന്നുള്ളത് 560ലോട്ടൊക്കെ പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ 550ലോട്ടും ഒക്കെ മാറാമെന്നുള്ളതാണ്. ഇതിനകത്ത് ഞാനൊരു 500 ഉള്ളവർക്ക് വരെ MBBS എക്സ്പെക്ട് ചെയ്യാം, 500 റേഞ്ചിലുള്ളവർക്ക് MBBS എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ്. കാരണം നിങ്ങളിപ്പം നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2016 ക്വസ്റ്റ്യനുകൾ ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും ഒരു JEE ലെവലിലൊക്കെ. സോ 2016 എക്സാമിനോടാണ് പലപ്പോഴും അപ്പോൾ 2016 കഴിഞ്ഞ ശേഷം പിന്നെ എക്സാമുകളൊക്കെ പൊതുവേ ഈസി ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായുള്ള ഒരു എക്സാം ആയിട്ടാണ് ഇത്തവണ കമ്പയർ ചെയ്യുന്നത്. സോ അന്നത്തെ ഒരു കട്ട് ഓഫ് കാണാൻ സാധിച്ചത് ഒരു 590 ഒക്കെ അതിനകത്ത് കട്ട് ഓഫ് വന്നിട്ടുണ്ട് എന്നാണ്.
സോ ആ ഒരു റേഞ്ചിലോട്ട് പോയിട്ടുണ്ട് 2016. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ എക്സാമിന് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മേ ബി ആ ഒരു ലെവലിലോട്ടൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ പോകാം, എന്ത് വേണം സംഭവിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോവർ റേഞ്ച് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ എനിക്ക് 218 എനിക്ക് കാണാൻ സാധിച്ചത് 538 ആണ്. അപ്പം ഇതൊക്കെ ഞാൻ പെട്ടെന്ന് അതിനകത്ത് സെർച്ച് ചെയ്തപ്പോൾ നോക്കിയ ഡാറ്റകളാണ്, കിട്ടിയ ഡാറ്റകളാണ്, ആക്യുറേറ്റ് ആണെന്ന് വിചാരിക്കുന്നു. എനിവേ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും പ്രഡിക്ഷൻ വീഡിയോ ഒരു പ്രഡിക്ഷൻ ആയിട്ട് കാണുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.